ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യന് വീണ്ടും കുരുക്കുമുറുകുന്നു. പിണറായി സർക്കാരിന്റെ വലം കൈയും വിശ്വസ്തനുമായ എൻ വാസുവിന്റെ ജാമ്യ ഹർജി കോടതി തള്ളി. ഇതോടെ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയാലും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമായും വാസു ജാമ്യ ഹർജി നൽകിയത്. പരാതിക്ക് മേൽ ജാമ്യം നൽകിയാൽ അത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന കോടതിയുടെ കണ്ടെത്തലിലൂടെയാണ് ജാമ്യ ഹർജി തള്ളിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസിലെ മറ്റ് പ്രതികളുടെ ജാമ്യ ഹർജിയും കോടതി തള്ളിയിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറുമ്പോൾ സ്വർണം പൂശിയ കട്ടിളപ്പാളകൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എൻ വാസുവിന്റെ അറിവോടുകൂടെയാണെന്നാണ് SIT കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് കോടതി ധരിപ്പിക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ എൻ വാസു സ്ഥാനത്തുണ്ടായിരുന്നില്ല എന്നും വിരമിച്ചെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കോടതിയിൽ നിലനിന്നില്ല. കേസുമായി ബന്ധപ്പെട്ട് വാസുവിന് കൃത്യമായി ധാരണയുണ്ടായിരുന്നുവെന്നും ഗൂഢാലോചനയിൽ അടക്കം പങ്കുണ്ടെന്നുമാണ് SIT അറിയിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. സത്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെ എന്തടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാക്കി നിയമിച്ചത്? 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായ വാസുവിനെ പിന്നീട് മറ്റ് സ്ഥാനങ്ങൾ കൊടുക്കാതെയാണ് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായി നിയമിച്ചത്. അത് എന്തിനു വേണ്ടി? അയ്യപ്പന്റെ സ്വർണം കക്കാൻ വേണ്ടിയെന്ന് തന്നെ പറയാം. അതിന് സർക്കാരിന്റെ വിശ്വസ്തനായ ഒരാൾ തന്നെ വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് സർക്കാർ ഈ നാറിയ കളി കളിച്ചത്. അതിനുവേണ്ടിയാണ് വാസുവിനെ അങ്ങ് തലപ്പത്തേക്ക് കയറ്റിയത്. അതാകുമ്പോ ആർക്കും സംശയമില്ലാതെ എല്ലാം കട്ടുമുടിപ്പിക്കാലോ. ആഹാ, സർക്കാരിന്റെ ബുദ്ധി അപാരം തന്നെ. പക്ഷെ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. എല്ലാ കള്ളങ്ങളും ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ്. ഇനിയും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. കാരണം കൂടുതൽ അന്വേഷണത്തിനായി കുറച്ചും കൂടെ സമയം വേണമെന്നുള്ള SIT സംഘത്തിന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. 3ാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ SIT സമർപ്പിച്ചത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന കാര്യവും ശബരിമലയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന ഫലം അടക്കം ഇനിയും വന്നിട്ടില്ല എന്ന കാര്യവും SP S ശശിധരൻ കോടതിയെ അറിയിച്ചു. കേസിൽ ഇനിയും ഏറെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഇനിയാണ് കളി മാറാൻ പോകുന്നത്. ഇതിനു പിന്നിലെ പല വമ്പന്മാരും ഇനിയും കുടുങ്ങാൻ പോകുന്നതേയുള്ളൂ. ഏതൊക്കെ മന്ത്രിമാർ ഇനിയുള്ള അന്വേഷണത്തിൽ കുടുങ്ങുമെന്ന് കണ്ടു തന്നെ അറിയാം. മിക്കവാറും ഈ അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യന്റെ പങ്ക് പുറത്തു വരുമെന്ന് ഉറപ്പായി. ഈ കേസ് എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് തീർച്ച.